നമസ്കാരം. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജനങ്ങളോട് പറഞ്ഞത് മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ എന്നാണ്. അത്തരത്തിൽ മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം തങ്ങളുടെ പാർട്ടിയിൽ നല്ല കെട്ടുറപ്പാണ്, എല്ലാവരും ഐക്യതയിലാണ് എന്നാണ്. നമ്മൾ കണ്ടതാണ്. എല്ലാവരും നല്ല ഐക്യതയിലായിരുന്നു. ആരും തല്ലുകൂടിയിട്ടില്ല, ബഹളം വെച്ചിട്ടില്ല, പിരിഞ്ഞു പോയിട്ടില്ല, വേറെ മത്സരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് കെട്ടുറപ്പ്. അതായത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്, വേറെ ലെവലാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ പാർട്ടി പ്രവർത്തനമായാലും ഏത് പ്രവർത്തനമായാലും ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര് ഒരേ സമയത്ത് ഒരേ വഴിക്ക് ഇറങ്ങുമ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്തിനാണ് ഇറങ്ങുന്നത്, എങ്ങോട്ടാണ് ഇറങ്ങുന്നത്, എങ്ങോട്ടാണ് പോണത്, എന്താ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന പോലെ ഇരിക്കും. കഥ തുടങ്ങുന്നത് എറണാകുളത്താണ്. ബഡ്ജറ്റിൽ ഇപ്പൊ അറിയാലോ, മദ്യത്തിന്റെ വില നികുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉണ്ടാക്കിയത്. മദ്യത്തിന് നികുതി ഇളവ് കൊടുത്തതിന് എതിരെ നമ്മുടെ ഡിവൈഎഫ്ഐ സഖാക്കള് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് ഒരു മാർച്ച് അങ്ങോട്ട് നടത്തി. അടുത്തുള്ള താലൂക്ക് ഓഫീസും പഞ്ചായത്ത് ഓഫീസും കാണാമല്ലോ ഇതിന് ഇരയാകുന്നത്. പോലീസുകാർ ബാരിക്കേഡൊക്കെ വെച്ച് വഴി തടഞ്ഞു. ഞങ്ങളത് ഇത്ര മണിക്ക് അവിടെ എത്തും, നിങ്ങൾ ബാരിക്കേഡ് വെച്ചോളി, ഞങ്ങൾ മറിക്കാൻ നോക്കും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ സമരം എന്ന് പറഞ്ഞാൽ. പോലീസിനെ അറിയിക്കും, പോലീസ് പറയും ആയിക്കോട്ടെ നിങ്ങൾ വന്നോളൂ, ബാരിക്കേഡ് കേടുവരുത്തരുത്, മറിച്ചിടാനൊക്കെ നോക്കിക്കോ, കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യും, പിന്നെ നിങ്ങളെ ജാമ്യത്തിൽ വിടും. അങ്ങനെയൊക്കെയാണ് ഒരു കഥ. അങ്ങനെ ഇവിടെയും അതുപോലെ തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് വഴി തടഞ്ഞു. പക്ഷെ സഖാക്കൾ പിന്മാറിയില്ല. രണ്ടു വട്ടം ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കി, എന്നിട്ട് പരാജയപ്പെട്ടു. എന്നാൽ പിന്നെ ഇതിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് കാച്ചാം എന്ന് കരുതിയിട്ട് തറയിലിരുന്ന് മുദ്രാവാക്യം വിളിയോട് വിളി. ആവേശമൊത്ത് ഇത്തരത്തിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ചു നോക്കിയിരിക്കുമ്പോഴാണ് ഇതേ മുന്നിൽ വേറെ കുറേ കൂട്ടര് ഒരു വൻപട ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടതും ഡിവൈഎഫ്ഐക്കാര് ഇതാരാപ്പ ഈ സമയത്ത് നമുക്ക് പാരാകാൻ എന്ന മട്ടില് അന്തം വിട്ട് കുന്തം വിട്ട് നോക്കിയിരിക്കുക. നോക്കുമ്പോൾ സംഗതി വേറെ ആരല്ല, സ്വന്തം വീട്ടിലെ കാരണവര് സാക്ഷാൽ CPI സഖാക്കൾ. അതായത് അവരുടെ ലക്ഷ്യം തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ഓഫീസ്. പക്ഷെ വഴിയിലിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാർ കണ്ടതോടെ CPIക്കാരുടെ റൂട്ട് മാറി, കിളി മാറി, എല്ലാം പോയി. ഒടുവിൽ വിദ്യാഭ്യാസം ഓഫീസ് ഒന്നൊക്കെ മറന്ന് വന്ന വഴിയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് അവരും തുടങ്ങി മുദ്രാവാക്യം വിളി. ഇത്രയും വലിയൊരു കോമഡി ഗതികേട് ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ആർക്ക് നേരെയാണ് എന്ന് ഈ ബാരിക്കേഡ് കെട്ടി കാത്തു നിന്നിരുന്ന പോലീസുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഏതായാലും ഒരേ വഴിക്ക് ഇറങ്ങുമ്പോൾ അടുത്ത തവണയെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ടോ ഞങ്ങൾ ഇന്ന വഴിക്കാണ്, ഇന്ന സമരത്തിലാണ്, നിങ്ങൾ അതുവഴി വന്നേക്കരുതേ എന്ന് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ഇനി അഥവാ ഒരു വഴിക്കാണ് പോണെന്നാണ്ട് രണ്ടുപേരോട് ഒരുമിച്ചങ്ങ് പോയിക്കോളി. സമൂഹത്തിന് ഞങ്ങൾ ഒന്നാണ് എന്ന് കാണിക്കാമല്ലോ. Different angles. Don't forget to subscribe and support this channel.